ലോകകപ്പിൽ ഇന്ന് ഗ്രൂപ്പ് ജിയിലെ അവസാനവട്ട മത്സരങ്ങൾ ഫുട്ബോൾ പ്രേമികൾക്ക് സമ്മാനിച്ചത് ആവേശം നിറഞ്ഞ നിമിഷങ്ങളാണ്. അവസാന നിമിഷം വരെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ ഈജിപ്തും ബെൽജിയവും തമ്മിൽ നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ബെൽജിയം ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തി. ന്യൂസിലൻഡിനെ 1-5 ഗോളുകൾക്ക് തകർത്താണ് ബെൽജിയം ഗ്രൂപ്പിൽ ഒന്നാമത് എത്തിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു ആവേശ പോരാട്ടത്തിൽ ഇറാനെതിരെ ഈജിപ്ത് 1-1 സമനിലയിൽ പിരിഞ്ഞതോടെ ഈജിപ്തിന് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഈ ഗ്രൂപ്പിലെ മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ന്യൂസിലൻഡ് ടൂർണമെന്റിൽ നിന്നും പുറത്തായി. എന്നാൽ ഇറാന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾ മറ്റ് ഗ്രൂപ്പുകളിലെ ഫലങ്ങളെ ആശ്രയിച്ചാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. കളിച്ച 3 മത്സരങ്ങളിലും സമനില നേടിയ ഇറാന് 3 പോയിന്റാണുള്ളത്. എല്ലാ ഗ്രൂപ്പിൽ നിന്നും 1-2 സ്ഥാനക്കാർ നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തുന്നത് കൂടാതെ മികച്ച പോയിന്റ് നേടിയ 8 ടീമുകളും അവരോടൊപ്പം ചേരും. അതിനായി ഇനിയും ഇറാൻ കാത്തിരിക്കേണ്ടി വരും. മത്സരങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച് ലൈവ് പോയിന്റ് ടേബിളിൽ സ്ഥാനമാനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ബെൽജിയം 3 ഗോളുകൾക്ക് മുന്നിലായപ്പോൾ അവർ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയെങ്കിലും ന്യൂസിലൻഡ് ഒരു ഗോൾ മടക്കിയതോടെ ഈജിപ്ത് വീണ്ടും ഒന്നാമതെത്തി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ലുക്കാക്കു ഗോൾ നേടിയതോടെ ബെൽജിയം അവരുടെ ഒന്നാം സ്ഥാനം തിരികെ പിടിക്കുകയായിരുന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന റൗണ്ട് മത്സരങ്ങളെല്ലാം ഒരേ സമയത്താണ് നടത്തുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഫിഫയെ എത്തിച്ചത് പഴയ ചില ഒത്തുകളി മത്സരങ്ങളാണ്. 1982 ലോകകപ്പിൽ പശ്ചിമ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിലുള്ള ഗ്രൂപ്പ് മത്സരം ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നാണംകെട്ട മത്സരം, ദ മോസ്റ്റ് ഡിഗ്രേസ്ഫുൾ മാച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിൽ കരുത്തരായ പശ്ചിമ ജർമ്മനിയെ അൾജീരിയ 2-1 തോൽപ്പിച്ചിരുന്നു. പിന്നീട് അവർ ഓസ്ട്രിയയോട് തോറ്റു. എന്നാൽ അവസാന മത്സരത്തിൽ ചിലിയെ 3-2 തോൽപ്പിച്ചതോടെ 4 പോയിന്റുമായി അൾജീരിയ അടുത്ത റൗണ്ടിലേക്കുള്ള പ്രതീക്ഷ സജീവമാക്കിയിരുന്നു. ജൂൺ 24-നായിരുന്നു ആ മത്സരം കഴിഞ്ഞത്. എന്നാൽ തൊട്ടടുത്ത ദിവസം നടക്കുന്ന മത്സരത്തിൽ ജർമ്മനിക്ക് 1-0 വിജയിച്ചാൽ അൾജീരിയ പുറത്താകുകയും ജർമ്മനിക്കും ഓസ്ട്രിയക്കും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടാനും കഴിയുമായിരുന്നു. ആ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകൾ തന്നെ ജർമ്മനി ഗോൾ നേടി. അതിനുശേഷം 2 ടീമുകളും പരസ്പരം ആക്രമിക്കാതെ പന്ത് വെറുതെ തട്ടി സമയം കളഞ്ഞു. അന്ന് ക്ഷുഭിതരായ ആരാധകർ നോട്ടുകൾ വായുവിൽ വീശിക്കാണിച്ചാണ് ഇതിനെതിരെ പ്രതിഷേധിച്ചത്. ഈ സംഭവത്തിന് ശേഷമാണ് ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങൾ ഒരേ സമയം നടത്തണമെന്ന നിയമം വരുന്നത്. ഗിഹോണിലെ നാണക്കേട് എന്നറിയപ്പെടുന്ന ഈ സംഭവത്തെ തുടർന്നാണ് ഒത്തുകളികൾ ഒഴിവാക്കാൻ ലോകകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ എല്ലാം ഒരേ സമയം തന്നെ നടത്തണമെന്ന് ഫിഫ പുതിയ നിയമം കൊണ്ടുവരുന്നത്. 32 വർഷങ്ങൾക്ക് ശേഷം 2014 ലോകകപ്പിലെ പ്രീ ക്വാർട്ടറിൽ അൾജീരിയ വീണ്ടും ജർമ്മനിയെ നേരിട്ടു. ഗിഹോണിലെ പഴയ ഒത്തുകളിക്കുള്ള അൾജീരിയയുടെ ഒരു പകരം വീട്ടിലായിട്ടാണ് ഫുട്ബോൾ ലോകം അന്ന് ആ മത്സരത്തെ കണ്ടത്. എന്നാൽ മത്സരത്തിൽ ഒടുവിൽ ജർമ്മനി തന്നെ 2-1 ജയിക്കുകയായിരുന്നു. നിശ്ചിത സമയത്ത് ഗോൾ രഹിത സമനില പാലിക്കാനും എക്സ്ട്രാ ടൈം വരെ വമ്പന്മാരായ ജർമ്മനിയെ വിറപ്പിക്കാനും അന്ന് അൾജീരിയക്ക് കഴിഞ്ഞിരുന്നു.